അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ റിവിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മേജർ തിയറി പോയിന്റ്സിലൂടെ എല്ലാം ഒന്ന് കടന്നു പോകും. അത് കഴിഞ്ഞ് ചില പ്രോബ്ലംസ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചില പ്രോബ്ലംസ് നമുക്ക് ഈ മോഡ്യൂളിൽ നിന്ന് ചോദിച്ച ചില പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ക്ലാസ്സിൽ ഓൾറെഡി എടുത്ത ടോപ്പിക്കാണ്, ചെയ്ത പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എഴുതിയ നോട്ടുകളും അതുപോലെ ടെക്സ്റ്റ് ബുക്കും പ്രിപ്പയർ ആയിട്ട് എടുത്തു വെക്കുക പഠിക്കാൻ നേരത്ത്. ബട്ട് ഇതൊരു ജസ്റ്റ് ഒരു പോയിന്റർ പോലെ ഒരു 15 മിനിറ്റ് നേരം ഞാനത് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ മോഡ്യൂൾ നമ്മൾ 3 തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടാണ് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, നമ്മൾ സ്ട്രെസ് എന്ന കൺസെപ്റ്റ് നമ്മൾ ആദ്യം തന്നെ പറയുന്നതാണ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ. എന്താണ് സ്ട്രെസ്? സ്ട്രെസ്സിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിൽ, ഒരു റെക്ടാങ്കുലർ ബാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന റിയാക്റ്റീവ് ഫോഴ്സ് ആണ് അതിന്റെ സ്ട്രെസ്. റിയാക്റ്റീവ് ഫോഴ്സ് അല്ല, റിയാക്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ. അപ്ലൈ ചെയ്ത ലോഡ് അല്ല, ബൈ ഏരിയ അല്ല, റിയാക്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇത് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റേണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്ട്രെസ്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ലോഡും റിയാക്റ്റീവ് ഫോഴ്സും സെയിം ആയതുകൊണ്ട്, ആ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിനെ അതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ അതാണ് അതിന്റെ സ്ട്രെസ്. നമ്മൾ ഫിസിക്കൽ മീനിങ് നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്. നമ്മൾ ഒരു ഞാനിതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മളോടൊരു വർക്ക് ഒരാൾ ചെയ്യാൻ പറയുന്നു, നമ്മൾ ആ വർക്ക് ചെയ്യുന്നു. നമുക്ക് എപ്പോഴാണ് ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്? നമുക്ക് ആ വർക്കിന് ഒരു ഡെഡ് ലൈൻ, ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഇന്റേണൽ ആയിട്ടൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു ഫിസിക്കൽ മീനിങ്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് എവിടെയെങ്കിലും കൺസ്ട്രെയിൻഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതിപ്പോ ഒരു എയറിൽ മൂവ് ചെയ്യുന്നത്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് മൂവ് ചെയ്ത് പോകുന്നു. റെസിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിലൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. ദാറ്റ് ഈസ് ഇപ്പം ഒരു 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ഒരു എയറിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. നിങ്ങൾ അതിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് തള്ളി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നില്ല. സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു റിയാക്റ്റീവ് ഫോഴ്സ്, ഒരു കൺസ്ട്രെയിൻഡ് വരുമ്പോഴാണ് അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. 2 തരം സ്ട്രെസ് ഉണ്ട്. ഒന്ന് ടെൻസൈൽ ആൻഡ് കംപ്രസീവ്. ടെൻസൈൽ സ്ട്രെസ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കാണിച്ചിരിക്കുന്ന ടെൻസൈലാണ്. നമ്മൾ ഇതിന്റെ വലിച്ചു നീട്ടുകയാണെങ്കിൽ, അതായത് ഇതിന്റെ ലെങ്ത് നീളുകയാണ്, ആ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായി ലെങ്ത് നീളുകയും അതിന്റെ വിഡ്ത്ത് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ടെൻസൈൽ എന്ന് പറയും. കംപ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടും, ലെങ്ത് കുറയും. നിങ്ങളുടെ പേര് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ്സിന് പൊതുവെ പോസിറ്റീവ് വാല്യൂ ആണ്, കംപ്രസീവ് സ്ട്രെസ്സിന് നെഗറ്റീവ്. അത് ഒരു സൈൻ കൺവെൻഷൻ, ഒരു ജനറലി യൂസ്ഡ് സൈൻ കൺവെൻഷൻ ആണ്. നമ്മുടെ മാത്തമാറ്റിക്സിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ, നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് കുറവും, പോസിറ്റീവ് വാല്യൂ കൂടുതലും എന്നല്ല അർത്ഥം. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്രസീവ് സ്ട്രെസ് ആണ് ആ ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇനി അടുത്താണ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഒരു ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടിയാണ്. ഡയമെൻഷൻലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പി ലോഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ. മില്ലിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ എല്ലാ യൂണിറ്റ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരിടത്ത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ എടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഡയമീറ്റർ എടുക്കുമ്പോഴും ലെങ്ത് എടുക്കുമ്പോഴും ഒക്കെ മില്ലിമീറ്ററിലായിരിക്കണം യൂണിറ്റ് ഫോളോ ചെയ്യേണ്ടത്. ഒരിടത്ത് മീറ്ററും ഒരിടത്ത് മില്ലിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറൻസ് വരും ആൻസറിന്. കാരണം 1000 ഡിഫറൻസ് ഉണ്ട് മില്ലിമീറ്ററും മീറ്ററും. പല സ്ഥലങ്ങളിലും സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁶ വരെ ആ ഡിഫറൻസ് വരാം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്. ഇപ്പൊ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനൊരു ചേഞ്ച് ഇൻ ലെങ്ത്, ബീറ്റ് ഇൻക്രീസിംഗ് ദ ലെങ്ത് ഓർ ഡിക്രീസിംഗ് ദ ലെങ്ത്, അത് ഏത് തന്നെ വന്നാലും ഇതിനൊരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ട് ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ ലെങ്ത്. ഇതൊരു 10 മില്ലിമീറ്റർ നീളം അല്ല 50 മില്ലിമീറ്റർ നീളമുള്ള ഒരു സ്റ്റീൽ റോഡാണ്. ഇതിലേക്ക് ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 55 മില്ലിമീറ്റർ ആയിട്ട് നീളം കൂടിയാണ്. അതായത് അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 55 - 50 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണ്? 50. 5/50 അല്ലെങ്കിൽ 1/10 അല്ലെങ്കിൽ 0.1 ആണ് അവിടുത്തെ സ്ട്രെയിൻ. അതിന് യൂണിറ്റ് ഇല്ല, കാരണം
ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ യൂണിറ്റ് മില്ലിമീറ്റർ ആണ്, ഒറിജിനൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മില്ലിമീറ്റർ ആണ്. അത് ക്യാൻസൽ ഒപ്പം ചെയ്യാം. ഹൂക്സ് ലോ നമ്മൾ ഓൾറെഡി നിങ്ങൾ S2 പഠിച്ചതാണ്, +2 പഠിച്ചതാണ്, S1 S2 ഫിസിക്സിലും പഠിച്ചതാണ്. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. അതെന്താണ് ആ കോൺസ്റ്റന്റ്? ആ കോൺസ്റ്റന്റ് ആണ് ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ്സ് കോൾഡ് ഹൂക്സ് ലോ. അത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് അല്ല, അത് ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെയാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആകുന്നത്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഇത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റിസൾട്ടന്റ് സ്ട്രെയിൻ വിൽ ബി ദ സം ഓഫ് ഇൻഡിവിജ്വൽ സ്ട്രെയിൻ കോസ്ഡ് ബൈ ഈച്ച് ലോഡ് ആക്ടിങ് സെപ്പറേറ്റ്ലി. ഒരു കോമ്പോസിറ്റ് ബാർ അല്ലെ കോമ്പോസിറ്റ് ബാർ എന്നല്ല, ഒരു കോംപ്ലക്സ് ബാർ, ഒന്നോ രണ്ടോ സപ്പോർട്ടുള്ള ഒരു ലോഡിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വൽ സ്ട്രെയിൻ ആഡ് ചെയ്താലാണ് അതിന്റെ ടോട്ടൽ സ്ട്രെയിൻ കിട്ടുന്നത്. യങ്സ് മോഡുലസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ആ റീജിയനിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് ഹൂക്സ് ലോ, യങ്സ് മോഡുലസ്. ചെറിയൊരു വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. തിയറി പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നമുക്കറിയാവുന്നതാണ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ 150 മീറ്റർ സ്ക്വയർ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഇത് വോളിയോമെട്രിക് സ്ട്രെസ്, അത് നമുക്ക് പറയാം. മറ്റേത് മൂന്നാമത്തെ ഒരു സ്ട്രെസ് ആണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. നമ്മൾ പറഞ്ഞിരുന്നു കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാമിന എവിടെയാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഏരിയയ്ക്ക് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തെന്നി മാറുന്ന ഒരു ഫോഴ്സ് ആണെങ്കിൽ അതിന് ഷിയർ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിന് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കും. നോർമൽ സ്ട്രെസ് എന്നാണ് ഇത്തരം ടെൻസൈൽ സ്ട്രെസ്സിനും കംപ്രസീവ് സ്ട്രെസ്സിനും പൊതുവായി പറയുന്ന പേരാണ് നോർമൽ സ്ട്രെസ്. കാരണം ഇത് അപ്ലൈ ചെയ്ത ലോഡിന് നോർമൽ ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ, ടെൻസൈൽ കംപ്രസീവ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് പോയിസൺസ് റേഷ്യോ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയാൻ എന്താണ്? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ, ഉദാഹരണത്തിന് ഈ ഒബ്ജക്റ്റിന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഒരു ലോഡ് അപ്ലൈ ചെയ്യണം. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ പുതിയ ലെങ്ത്, അതായത് ഈ ലെങ്ത്തിലേക്ക് ഇത് നീളുന്നു. ഈ സൈഡിലാണെങ്കിൽ ഈ സൈഡിൽ ഈ ലെങ്ത്തിലേക്ക് ഇത് നീളുന്നു. ഇത് നീളുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഡയറക്ഷനിൽ, ഈ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ ഇതിന്റെ വിഡ്ത്ത് കുറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനാണ്, ഇത് ലാറ്ററൽ ഡയറക്ഷനാണ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ലെങ്ത് കൂടുമ്പോൾ തന്നെ ലാറ്ററൽ ഡയറക്ഷനിൽ ലെങ്ത് കുറയുന്നു. അങ്ങനെ ലാറ്ററൽ ഡയറക്ഷനിൽ വരുന്ന ലെങ്ത് കുറയുന്ന ആ അളവ്, ഉദാഹരണത്തിന് ഇത്രയും വീതി ഉണ്ടായിരുന്ന സാധനം വലിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത്ര വീതിയായിട്ട് കുറയുകയാണെന്ന് വെച്ചു. ഞാൻ ഒരുപക്ഷെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാൻ ഇത്രയും ഉണ്ടാവില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വീതിയിൽ ഇരുന്ന സാധനം വലിച്ചു കഴിയുമ്പോൾ ഈ വീതിയിലേക്ക് മാറുമ്പോൾ ഈ ചേഞ്ച് ഇൻ
width അല്ലെങ്കിൽ lateral dimension divided by the original lateral dimension ആണ് lateral strain. മനസ്സിലാകുന്നുണ്ടോ? ചേഞ്ച് ഇൻ ലീനിയർ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് longitudinal strain. ചേഞ്ച് ഇൻ lateral divided by linear ആണ് longitudinal transverse strain അല്ലെങ്കിൽ the ratio between lateral strain to the linear strain ആണ് Poisson's ratio. നേരത്തെ പറഞ്ഞ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ വിഡ്ത്തിനുണ്ടാകുന്ന റിഡക്ഷൻ ഡിവൈഡഡ് ബൈ ലെങ്ത്തിനുണ്ടാകുന്ന റിഡക്ഷൻ, അതിന്റെ തോതാണ് Poisson's ratio. പൊതുവെ ഇതിന്റെ വാല്യൂ 0.3 ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ 0.5 ആണ്. അതായത് നിങ്ങളൊരു ലോഡ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലെങ്തിനേക്കാൾ കൂടുതൽ അതിന്റെ വിഡ്ത്തിനെ നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റില്ല. അത് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. മാക്സിമം വാല്യൂ 0.5 ആണ്. സ്റ്റീലാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റീലാണ് നമ്മുടെ മെറ്റീരിയൽ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കേസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ സ്റ്റീലിന്റെ വാല്യൂ 0.3, ചില അലോയ് സ്റ്റീലിനൊക്കെ 0.33 വാല്യൂസും ഉണ്ട്. ഇനി നമുക്കുള്ളത് ഹൂക്സ് ലോ പറഞ്ഞു, യങ്സ് മോഡുലസ് പറഞ്ഞു. അടുത്തതായിട്ട് നമുക്കുള്ളത് ബൾക്ക് മോഡുലസും വോളിയം മോഡുലസും പിന്നീട് സ്ട്രെസ് സ്ട്രെയിൻ കർവുമാണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും കാര്യം നമ്മൾ കണ്ടത് എന്താണ്? ഇതിന് വരുന്ന ലീനിയർ ഡയമെൻഷനിൽ വരുന്ന ചേഞ്ചുകളാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു റെക്ടാങ്കിൾ ബാർ എടുക്കുന്നു, അതുപോലൊരു ടെൻഷൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ലീനിയർ ആയിട്ടൊരു ഡിഫറൻസ് വരുന്നു ലാറ്ററൽ ആയിട്ട്. എന്നാൽ ഇവിടെ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഈക്വൽ ഫോഴ്സ് അപ്ലൈ പ്രഷർ സബ്ജക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഫേസിലും ഇതിന്റെ വോളിയത്തിനൊരു റിഡക്ഷൻ വരും. അപ്പൊ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു സാധനം ചുരുങ്ങി ഇതിലും ചെറിയൊരു ക്യൂബായിട്ട് മാറും. മനസ്സിലായില്ലേ? ഇത്രയും നേരം പറയുന്നത് ഒരു ലീനിയർ ഡയമെൻഷൻ ആണെങ്കിൽ ഇതൊരു വോളിയോമെട്രിക് റിഡക്ഷൻ ആണ്. ആ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയത്തിന് പി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ടുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ്. ഇതെപ്പോഴും നെഗറ്റീവ് ആണ്, കാരണം ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് കുറയുമാണ്, കൂടില്ല. ടെൻസൈൽ കംപ്രസീവ് എന്ന് പറയുന്ന പോലെ ഒരു രണ്ട് കേസ് ഇവിടെ ഇല്ല. തിരിച്ചൊരു ഡയറക്ഷനിൽ നമുക്കൊരു കേസസ് വരുന്നില്ല. തിരിച്ച് ഇത് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ വോളിയോമെട്രിക് പാരാമീറ്ററിൽ വരുന്ന കുറവിന്റെ തോത്, അപ്ലൈ പ്രഷറുമായിട്ടുള്ള തോതിനെയാണ് ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുന്നത്. ഇനിയുള്ളത് നമുക്കുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ നിങ്ങൾക്കെല്ലാം വരയ്ക്കാൻ അറിയണം. ഈ കർവ് എന്തായാലും വരയ്ക്കാൻ അറിയണം. സ്ട്രെയിൻ ആക്സിസ് മാറിപ്പോരുത്. സ്ട്രെയിൻ വൈ എക്സ് ആക്സിസിലും സ്ട്രെസ് സ്ട്രെയിൻ എക്സ് ആക്സിസിലും സ്ട്രെസ് വൈ ആക്സിസിലുമാണ് കൺവെൻഷൻ. ഇതൊരു ഡക്ടൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. പൊതുവെ ഡക്ടൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് വരയ്ക്കാൻ ചോദിക്കുക. ഡക്ടൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന് ചില റെസ്പോൺസസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളൊരു ചെറിയ ഒരു വയർ എടുക്കുന്നു, അതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഡയമെൻഷൻസ് മാറുന്നു. മനസ്സിലായില്ലേ? അതിന് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻസ് മാറി കഴിഞ്ഞാൽ അത്ര ഡക്ടൈൽ മെറ്റീരിയലാണ്. ഡക്ടൈൽ മെറ്റീരിയലിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു, അത് പൊട്ടുന്നു. അല്ലാതെ അതിന്റെ ഡയമെൻഷനിൽ ചേഞ്ചസ് വരുത്തി അപ്ലൈ ചെയ്ത ലോഡിന് അനുസരിച്ച് അതിന്റെ രൂപമാറ്റം സംഭവിക്കുന്നില്ല. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇലാസ്റ്റിക് ലിമിറ്റ്, ഈ OA റീജിയൻ ആണ് ഇലാസ്റ്റിക് റീജിയൻ. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ലോഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. പിന്നെ B എന്ന് പറഞ്ഞാൽ അപ്പർ yield ലിമിറ്റ്. ഇതിന് ശേഷം ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല, കാരണം ഇങ്ങനെ ഒരു കർവ്, സ്ട്രേറ്റ് ലൈൻ കർവ് വരികയും അതിന് സ്ലോപ്പ് 1 വരികയും ചെയ്യും. അതായത് tan 45 = 1. അതാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഓപ്പോസിറ്റ്, സ്ട്രെയിൻ നിയറസ്റ്റ് സൈഡ് ആണെങ്കിൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എപ്പോഴും 1 ആയിരിക്കും. ആ റീജിയനാണ്
ഈ റീജിയൻ ഒ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ്. അതായത് ഇവിടം തൊട്ട് ഈ മെറ്റീരിയൽ നിങ്ങളുടെ ഈൽഡ് അപ്ലൈ ചെയ്ത ലോഡിനെ ഈൽഡ് ചെയ്യാൻ പോവാണ്. ആ സി എന്ന് പറയുന്നത് ഒരു ലോവർ ഈൽഡ്, കുറച്ചു നേരത്തേക്ക് അത് സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത് കുറയും, വാല്യൂ സ്ട്രെയിൻ കൂടും പക്ഷെ സ്ട്രെസ് കുറയും. ഇതൊരു ചെറിയൊരു ടൈമിലേക്ക് ഒരു ഫിനോമിന മാത്രമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് സ്ട്രെസ് കൂടുന്തോറും സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടുന്തോറും സ്ട്രെസ് കൂടിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ ഇതൊരു ലീനിയർ പ്രൊപ്പോർഷൻ അല്ല. ഈ റീജിയൻ കംപ്ലീറ്റ് ഉള്ള പ്ലാസ്റ്റിക് റീജിയൻ. അതായത് നിങ്ങളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ വസ്തു അതേ രൂപത്തിലേക്ക് വരികയില്ല. ഡി എന്ന് പറയുന്ന പോയിന്റ് വരെ ഈ ട്രെൻഡ് തുടരും. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു tan 45 പോലെ തോന്നാമെങ്കിലും ലീനിയർ പ്രൊപ്പോർഷണൽ, ഇത് ഒറിജിനലി ലീനിയർലി പ്രൊപ്പോർഷണൽ അല്ല. ഡി എന്ന പോയിന്റ് ആണ് മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെസ്. ഒരു ഒബ്ജക്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇ ആണ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ്. ഈ നമ്മൾ തന്നെ വരച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇതിന്റെ എഞ്ചിനീയറിംഗ് കർവാണ് ഇത്. ട്രൂ കർവ് എന്ന് പറഞ്ഞാൽ ട്രൂ കർവാണിത്. എഞ്ചിനീയറിംഗ് കർവ് കുറച്ചുകൂടി മുകളിലേക്കാണ്. ഇതൊരു നെക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന. അതായത് ഈ പോയിന്റ് ഡി മുതൽ ഈ ഒബ്ജക്റ്റ് പൊട്ടാൻ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു നെക്ക് ഫോം ചെയ്യും. നെക്ക് ഫോം ചെയ്യുമ്പോൾ ആ നെക്കിന്റെ ഏരിയ ആ ഒബ്ജക്റ്റിന്റെ ഏരിയയേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രെസ് വാല്യൂ താഴേക്ക് പോകുന്നത്. പക്ഷെ സ്ട്രെയിൻ താഴേക്ക് പോകുന്നില്ല, സ്ട്രെയിൻ കൂടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്കൊരു ഒബ്ജക്റ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ സ്ട്രെസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. അതിന് വരുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ഇൻ ലെങ്ത്, അതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ. അത് കഴിഞ്ഞ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വാല്യൂ ആണ് സ്ട്രെസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഡയറക്ഷൻ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്കെലാർ പ്രോപ്പർട്ടിയാണ്. സ്ട്രെസ് ഇന്ന ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വെക്ടർ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ പോർഷൻ തീരുകയാണ്. അതിലെ പ്രോബ്ലംസ് നമുക്ക് സിമ്പിൾ സ്ട്രെസ് സ്ട്രെയിൻ പ്രോബ്ലംസ് ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. പൊതുവെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹൂക്സ് ലോ നമ്മൾ പറഞ്ഞു, വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ പറഞ്ഞു. A specimen of square section 50-50 200 mm long is shortened by 0.3 mm under axial compressive load of 40 kN. Strain modulus of elasticity. ഇത് എളുപ്പമാണ്. ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾ തന്നത് സാധനങ്ങളെല്ലാം എടുത്തെഴുതുക. 50x50 2500 mm², ലെങ്ത് 200 mm, ചേഞ്ച് ഇൻ ലെങ്ത് 0.3, ലോഡ് 40. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? 0.3 mm. ഒറിജിനൽ ലെങ്ത് 200 mm. അപ്പോൾ ഇതാണ് അതിന്റെ സ്ട്രെയിൻ. ഇത് രണ്ടും ഒരു യൂണിറ്റിലായിരിക്കും കേട്ടോ. ഇത് ഒരെണ്ണത്തെ മീറ്റർ എന്നായിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഒരെണ്ണത്തെ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അടുത്തതിന് വരും. അത് ഏത് യൂണിറ്റിൽ എടുത്താലും അത് രണ്ടും മുകളിൽ ക്യാൻസൽ ആയി പോകും. ഈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്താണ്? ലോഡ് ബൈ ഏരിയ. ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കംപ്രസീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കണം സ്ട്രെസ് കേട്ടോ. പക്ഷെ ഈ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട കാര്യമില്ല. പി 40 × 10⁻³ 40 kN ആണ്. കിലോന്യൂട്ടനെ എപ്പോഴും 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അല്ലെങ്കിൽ kN/mm² ആയിരിക്കും ഉത്തരം. 40 × 10⁻³ ഡിവൈഡഡ് ബൈ എ എത്രയാണ്? 2500. ഈ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ഇ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒരിക്കലും മറക്കരുത്. സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ഇ. അതുപോലെ PL/AE അപ്ലൈ ചെയ്ത ലോഡിന്റെ ഇക്വേഷൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ്, പോയിസൺസ് റേഷ്യോ, തെർമൽ എക്സ്പാൻഷൻ നമുക്ക് വരും. ഞാൻ ഒന്നുകൂടി പറയാം അടുത്ത വീഡിയോയിൽ. ഇത് ഡിഫൈൻ ഈ പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടിൽ പോയി നോക്കിയാൽ മതി. ഇതേ സെയിം പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ആണ്. രണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഡിഫൈൻ ദ ഫോളോയിങ്: അൾട്ടിമേറ്റ് സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട
ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒട്ടുമിക്ക സ്ട്രെസ് എന്താണ് വർക്കേഴ്സിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഏത് നിങ്ങളുടെ yield പോയിന്റ് ഡിവൈഡഡ് ബൈ എക്സ്പീരിയൻസ്ഡ് സ്ട്രെസ്, അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നമ്മളിത് ക്ലാസ്സിൽ പറയുകയാണ് 60 പേര് യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് 120 പേർക്കാണ്, പക്ഷെ അലൗ ചെയ്തിരിക്കുന്നത് 60 പേരാണ്. അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2. അതേപോലെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എത്ര സ്ട്രെസ് എക്സ്പീരിയൻസ് ആവുന്നു, എത്ര വരെ അതിനെടുക്കാം എന്നുള്ളതിന്റെ റേഷ്യോ ആണ് അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി.